കണ്ണൂർ വാണിയപ്പാറയിലെ ദുരൂഹ മൃതദേഹങ്ങളിൽ ട്വിസ്റ്റ്. കല്ലറയിൽ 2 മൃതദേഹങ്ങൾ മാത്രം. കല്ലറയിൽ കണ്ടെത്തിയ പായ മൃതദേഹത്തിന് അടിയിൽ സൂക്ഷിച്ചതാണ്. ഫോറൻസിക് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. 3 മൃതദേഹങ്ങൾ ഉണ്ടെന്ന പള്ളിയുടെ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുകൂടി പോലീസ് പറയുകയാണ്. അർജുൻ കല്യാട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. അർജുൻ, അപ്പോൾ ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വം, സംശയങ്ങൾ, ദുരൂഹത, ഇടവകയ്ക്കാകെ വലിയ ഭയമുണ്ടായിരുന്നു. ഇടവക വികാരി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വന്നു പറഞ്ഞു, ആ കുഴി തുറന്ന് നിങ്ങൾ പരിശോധിക്കണം, എത്രയും വേഗം സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കണ്ടെത്തണം, മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പരിശോധനയോടുകൂടി എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമായിരിക്കുന്നു അല്ലേ അർജുൻ? 12ാമത്തെ ദിവസമാണ്. ജൂൺ 13-ാം തീയതി ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഇന്നിപ്പോൾ 12ാമത്തെ ദിവസമാണ്. 12ാമത്തെ ദിവസമാണ് ഈ കല്ലറ തുറന്ന് പരിശോധന നടത്തി അതിലെ ദുരൂഹതയും സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ നീക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. കാര്യമായ രീതിയിൽ സംശയിച്ചതുപോലെ മറ്റ് സംഭവങ്ങളേക്കൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല എന്നാണ് ഇന്നത്തെ പരിശോധനയിൽ നിന്ന് മനസ്സിലായത്. അതിനകത്ത് ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴുള്ള ഒരു പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് കല്ലറയിൽ 2 മൃതദേഹങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ചിത്രങ്ങൾ കല്ലറ തുറന്നപ്പോൾ ജൂൺ 13-ാം തീയതി കണ്ടെത്തിയത്. പക്ഷേ അതിൽ രണ്ടാമത്തേത് എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഭാഗം ഒരു പ്ലാസ്റ്റിക് പായ മടക്കി ഈ മൃതദേഹത്തിന് അരികിൽ വെച്ചതാണ് എന്നാണ് ഇന്നത്തെ പരിശോധനയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നേരത്തെ പള്ളിയുടെ റെക്കോർഡ് പ്രകാരം തന്നെ 2006-ലും 2015-ലുമായി 2 മൃതദേഹങ്ങൾ ഈ കല്ലറയിൽ ഇൻഫാന്റ് ജീസസ് പള്ളിയിലെ സെമിത്തേരിയിലുള്ള ഈ കല്ലറയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ആ 2 മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ദുരൂഹതകളൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. പള്ളി വികാരിയും ഇടവകാംഗങ്ങളും ഒക്കെ പറയുന്നത് 2 മൃതദേഹങ്ങൾ മാത്രമാണെങ്കിൽ പിന്നെ സംശയത്തിനും ദുരൂഹതയ്ക്കുമൊന്നും അടിസ്ഥാനമില്ല. ഈ പോലീസിനെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള അസീസും സംഘവും അവരും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതായത് ഒരു മൃതശരീരത്തിൻ്റെ കൈയുടെ എല്ലിൻ്റെ ഭാഗവും കാലിൻ്റെ എല്ലിൻ്റെ ഭാഗവും ചില പല്ലുകളുടെ ഭാഗങ്ങളും തലയോട്ടിയും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് 2005-ൽ അടക്കം ചെയ്ത മൃതദേഹത്തിൻ്റെ ആവാം. എന്നാൽ 2015-ൽ അടക്കം ചെയ്തിട്ടുള്ള മൃതദേഹത്തിൻ്റെ ഏകദേശം പൂർണ്ണമായ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. കാരണം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കിയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യം അസീസും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സംശയത്തിനും ദുരൂഹതയ്ക്കുമൊന്നും അടിസ്ഥാനമില്ല. സംശയവും ദുരൂഹതയുമൊക്കെ നീങ്ങിയിരിക്കുകയാണ്. 12ാമത്തെ ദിവസമാണ് ഈ കല്ലറ തുറന്ന പരിശോധനയിൽ ശേഷം ഇത്തരമൊരു നിഗമനത്തിലേക്ക്, ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് പോലീസും നാട്ടുകാരും അതുപോലെ തന്നെ പള്ളിയിലെ ഇടവകകളും ഒക്കെ എത്തുന്നത്. എന്തായാലും ദുരൂഹതകൾ പൂർണ്ണമായും നീങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ വരാനുള്ളത് സാങ്കേതികമായിട്ടുള്ള പരിശോധനാ ഫലങ്ങൾ മാത്രമാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും സംശയത്തിനും ദുരൂഹതയ്ക്കുമൊന്നും അടിസ്ഥാനമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്താനും കഴിയും. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.